പിറകിന് ചെയ്യാം ബട്ടക്സ് ഓഗ്മെന്റേഷൻ. ശരീര സൗന്ദര്യത്തിൽ നിതംബങ്ങളുടെ ആകൃതി പ്രധാനമാണ്. ശരീരത്തിന്റെ വടിവഴകുകളിൽ നിതംബത്തെ ചേർത്താണ് നമ്മൾ പറയാറ്. നിതംബത്തിന്റെ ആകൃതിയും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന സൗന്ദര്യ ചികിത്സയാണ് ബട്ടക്സ് ഓഗ്മെന്റേഷൻ. പലർക്കും നിതംബത്തിന് ആകൃതിയില്ലാതെ പരന്നിരിക്കും. പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ കെടുത്തുന്ന കാര്യമാണിത്. വസ്ത്രം ധരിക്കുമ്പോൾ നിതംബം പരന്നിരിക്കുന്നത് അഭംഗി തന്നെയാണ്. ഇടുപ്പിന്റെ അഴകാർന്ന അഴകിനും നിതംബത്തിന്റെ ആകൃതി പ്രധാനമാണ്. പല രീതിയിൽ ബട്ടക് ഓഗ്മെന്റേഷൻ ചെയ്യാം. ഉദാഹരണം, ഇംപ്ലാന്റുകൾ ശസ്ത്രക്രിയ. ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് നിതംബത്തിന്റെ വലുപ്പം വർദ്ധിപ്പിക്കാം. എന്നിരുന്നാലും ശരീരത്തിന്റെ തന്നെ കൊഴുപ്പ് ഉപയോഗിച്ച് നിതംബത്തിന്റെ ആകൃതി വ്യത്യാസം വരുത്തുന്നതാണ് സുരക്ഷിതം. ഈ ശസ്ത്രക്രിയ സംബന്ധിച്ച ചില സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ലൈപ്പോസെക്ഷൻ എന്ന രീതിയിലൂടെ വളരെ ചെറിയ സുഷിരങ്ങളിലൂടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് വലിച്ചെടുത്ത് ശേഖരിക്കുന്നു. തുടർന്ന് വ്യക്തിയെ കമഴ്ത്തി കിടത്തിയ ശേഷം ശേഖരിച്ച കൊഴുപ്പിനെ ശുദ്ധീകരിച്ച ശേഷം നിതംബത്തിന്റെ ഭാഗത്തിലേക്ക് മാറ്റുന്നു. നിതംബത്തിന് വലിപ്പം വർദ്ധിക്കാൻ എത്രത്തോളം കൊഴുപ്പ് വേണമോ അത്രയും ഉപയോഗിക്കുന്നു. ആർക്കെല്ലാമാണ് ഈ ശസ്ത്രക്രിയ അനുയോജ്യം? വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവർക്കാണ് ഈ ശസ്ത്രക്രിയ അനുയോജ്യം. കാരണം പലപ്പോഴും ഇത്തരക്കാർക്ക് നിതംബത്തിന് വലുപ്പം കുറവായിരിക്കും. അപകടത്തെ തുടർന്ന് നിതംബത്തിന്റെ ആകൃതിക്ക് വ്യത്യാസം വരികയാണെങ്കിലും ഈ ശസ്ത്രക്രിയയിലൂടെ പഴയ രൂപത്തിലേക്ക് എത്താം. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പരിശോധനകൾ. ഏതൊരു ശസ്ത്രക്രിയയ്ക്ക് മുൻപെന്ന പോലെ രക്തപരിശോധനകളും ശാരീരിക പരിശോധനകളും നടത്തും. അനസ്തീസിയ ഡോക്ടറെയും കൺസൾട്ട് ചെയ്തിട്ടാണ് ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിക്കുക. ശസ്ത്രക്രിയയ്ക്ക് എത്ര സമയമെടുക്കുമെന്നത് ഓരോ രോഗിയുടെയും ശരീരപ്രകൃതം അനുസരിച്ചിരിക്കും. റിക്കവറി പീരീഡ് എത്ര നാൾ? ശസ്ത്രക്രിയ കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം ആശുപത്രി വിടാനാകും. വീട്ടിലെത്തിയാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. നിതംബത്തിന് അധിക സമ്മർദ്ദം നൽകരുത്. കഴിവതും കമഴ്ന്നു തന്നെ കിടക്കുക. നിതംബത്തിനു മുകളിൽ മുറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. മസാജ് ചെയ്യണം. Ethnic Health Code in Public Interest.